ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഞാൻ പറഞ്ഞു നിർത്തിയത് എങ്ങനെയായിരുന്നു? കോംപ്രിഹെൻഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ ധൃതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം മോസ്റ്റ് പ്രോബബ്ലി കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആർ ടു ദ ലാസ്റ്റ് അല്ലേ, അവസാനത്തെ 2 ക്വസ്റ്റ്യൻ, അതായത് 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കോംപ്രിഹെൻഷനായിട്ട് വരുന്നത്. അപ്പോൾ കൂടുതലും ചെയ്യാൻ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് നോക്കുക. 5 ക്വസ്റ്റ്യൻ ആയിരിക്കും, 5 ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ കോംപ്രിഹെൻഷനിലേക്ക് പോവുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കോംപ്രിഹെൻഷൻ ഓടിച്ച് വായിച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ കോംപ്രിഹെൻഷൻ വായിക്കാനായിട്ട് നിൽക്കുക. സമയമില്ലാത്ത കേസിൽ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും പാസേജ് വായിച്ചിട്ട് തന്നെ ആൻസറിലേക്ക് പോവാം. Under English law, transsexual cannot marry a partner of his or her original sex because sex was declared at birth and could not be changed by artificial intervention. Marriage could be entered into by one man and woman only. In 2002, European Court of Human Rights declared that UK was in breach of Article 8 and 12 of European Convention for failing to recognize transsexuals' new gender. Okay. House of Lords declared in case of Bellinger versus Bellinger that Section 11 Clause C of Matrimonial Causes Act 1973 was incompatible with the convention. ജസ്റ്റ് നമുക്കപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക. വായിക്കുമ്പോൾ തന്നെ ആ സമയത്ത് പെൻ ആൻഡ് പേപ്പർ ഒന്നും ഉണ്ടാകത്തില്ല, ജസ്റ്റ് മനസ്സിലൊന്ന് കുറിച്ചിട്ടാൽ മതി. ഓക്കെ. ബെല്ലിംഗർ വേഴ്സസ് ബെല്ലിംഗർ, സെക്ഷൻ 11 ക്ലോസ് C was incompatible with the convention. Legislature addressed this situation with Gender Recognition Act 2004. This provided that transsexual over the age of 18 fulfilling medical criterion living in other gender or have changed their gender under law of an approved country can apply for gender recognition certificate. This will provide legal status necessary for acquired gender to marry a partner of transsexual's former sex. ഓക്കെ, ഇതാണ് നമ്മുടെ പാര എന്ന് പറയുന്നത്, കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. However, where the respondent was person of acquired gender prior to marriage, such marriage is still voidable. Okay. First question നമുക്ക് നോക്കാം. Which section of the Matrimonial Causes Act 1973 was incompatible with the European Convention? ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം, കാരണം നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളൊന്ന് ബാക്കിലേക്ക് പോയി ക്ലാരിഫൈ ചെയ്യുന്നു. സെക്ഷൻ 11 ക്ലോസ് C of Matrimonial Cause Act 1973 was incompatible with the convention. Incompatible with the European Convention. 11 ക്ലോസ് C ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which is not correct about the traditional notion transsexuals? ട്രഡീഷണൽ നോഷൻസുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? അപ്പം ഓപ്ഷൻസ് നോക്കാം. അണ്ടർ ട്രഡീഷണൽ നോഷൻ ട്രാൻസ്സെക്ഷൽ എൻജോയ്ഡ് ഫുൾ ലീഗൽ സ്റ്റാറ്റസ്. They could not marry a partner of their original sex. Sex could not be changed by artificial intervention. Marriage was valid between one man and one woman only. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും നോട്ട് കറക്റ്റ് അബൌട്ട് ട്രഡീഷണൽ നോഷൻ? ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അണ്ടർ ട്രഡീഷണൽ നോഷൻ ട്രാൻസ്സെക്ഷൽസ് എൻജോയ്ഡ് ഫുൾ ലീഗൽ സ്റ്റാറ്റസ്. അല്ല, ട്രാൻസ്സെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റർവെൻഷൻ കാരണം സെക്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഒരുപാട് മാരേജ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ മാൻ ആൻഡ് വുമൺ ആയിരിക്കണം. സോ ഇതൊക്കെ ആയിരുന്നു ട്രഡീഷണൽ നോഷൻ. അവർക്ക് ഫുൾ ലീഗൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, അവർക്ക് ഫുൾ ലീഗൽ സ്റ്റാറ്റസ് ഇല്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ജെൻഡർ റെക്കഗ്നിഷൻ ആക്ട് കെയിം അപ്പ് ഇൻ വിച്ച് ഇയർ? പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോകുന്നു. എവിടെയാണ് നമ്മൾ കണ്ടൊരു ഓർമ്മയുണ്ട്? എവിടെയാണ്? 2004. ജെൻഡർ റെക്കഗ്നിഷൻ ആക്ട് 2004. അവിടെയും നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഡോക്യുമെന്റ് പ്രൊവൈഡഡ് ലീഗൽ സ്റ്റാറ്റസ് ടു അക്വയർഡ് ജെൻഡർ?
അക്വയർഡ് ജെൻഡറിന് ലീഗൽ സ്റ്റാറ്റസ് കൊടുത്ത ഡോക്യുമെൻ്റ് ഏതാണ്? ഓർഡർ ഓഫ് കോർട്ട് ആണോ, ഡിക്ലറേഷൻ ബൈ ക്രൗൺ ആണോ, റെഗുലേഷൻ 1 ഓഫ് യൂറോപ്യൻ കൺവെൻഷൻ ആണോ, ജെൻഡർ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് ആണോ? ദ ആൻസർ ഇസ് ജെൻഡർ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ്. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കൊന്നും കൂടെ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ their gender under law of an approved country can apply for gender recognition certificate. This will provide legal status necessary for acquired gender. Correct ആയിട്ട് ആ സെൻറ്റൻസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? Now, failing to recognize new gender of transsexual is contravention of which article of European Convention? ഏത് ആർട്ടിക്കിളിൻ്റെ അത് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? വീണ്ടും നമ്മൾ 8 and 12. European Court of Human Rights declared that United Kingdom was in breach of Article 8 and 12 of European Convention for failing to recognize transsexuals new gender. അപ്പോൾ അവിടെയും നമുക്ക് ആൻസർ കിട്ടി. എയ്റ്റ് ആൻഡ് 12 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ കോംപ്രിഹെൻഷൻ്റെ ആൻസേഴ്സ് ചെയ്തത്. നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ സമയമില്ലാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ജസ്റ്റ് കോംപ്രിഹെൻഷൻ നോക്കി അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. തലയിൽ തന്നെ മാർക്ക് ചെയ്യും. ലൈക്ക് നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. തലയിൽ മാർക്ക് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമുക്കിവിടെ പെൻ ആൻഡ് പേപ്പർ ഇട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ ഓർത്ത് വെക്കുക. എന്നിട്ട് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് പെടാന്ന് ആൻസർ തീർത്തു പോകാൻ പറ്റും. അടുത്ത കോംപ്രിഹെൻഷൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. മോറൽ റൈറ്റ്സ് ഫസ്റ്റ് became part of the international system with their inclusion in the Berne Convention, which was established during 1928 revision in Rome. The text has been subject to amendment only twice, in 1948 at the Brussels Revision Conference and Berne Convention, and again at the landmark Stockholm Conference 1967. It is telling that the amendments did not introduce substantial change into the provision unless it was to reduce their scope. Their focus rather was on clarifying limitations on moral rights. Their focus rather was on clarifying limitations on moral rights, which previous generations of negotiators may well have taken for granted as built into the system. In which year moral rights were first introduced to the international system? Sorry. Which was established during the 1928 revision conference അല്ലേ? 1928 ആദ്യമായിട്ട് 1928. അടുത്തത് which of the following brought clarification on limitation on moral rights? ഏതായിരുന്നു? അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോത്ത് ബ്രസൽസ് റിവിഷൻ കോൺഫറൻസ് ആൻഡ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. അതിൻ്റെയും ഇയർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നൗ അടുത്തത് which is true about moral rights? The 1948 and 1967 amendments enlarged the scope of moral rights. The Brussels Revision Conference and Stockholm Conference clarified limitations on moral rights. The Brussels and Stockholm amendments brought substantial changes in the realm of moral rights. The original Berne Convention text itself carried provisions on moral rights. എന്താണ് നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? ടെക്സ്റ്റ് ഹാസ് ബീൻ സബ്ജക്ട് ടു അമെൻമെന്റ് ഓൺലി ട്വൈസ് ഇൻ 1948 at Brussels Revision Conference of the Berne Convention and again at the landmark Stockholm Conference. It is telling that the amendment did not introduce substantial change into their provisions unless it was to reduce their scope. Their focus was on clarifying limitations on moral rights which previous generations of negotiators may well have taken for granted എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? They clarified limitations
ലിമിറ്റേഷൻസ് ഓൺ മോറൽ റൈറ്റ്സ്. ആ സെൻറ്റൻസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് റോം റിവിഷൻ കോൺഫറൻസ് 1928? എന്താണ്? ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് മോറൽ റൈറ്റ്സ് ഇൻ ടു ബേൺ കൺവെൻഷൻ. ദ ടെക്സ്റ്റ് ഓൺ മോറൽ റൈറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ 1928 റിവിഷൻ ഹാസ് നെവർ അണ്ടർഗോൺ എനി അമെൻമെൻറ്റ്. ദ ഫോക്കസ് ഓൺ സ്റ്റോക്ക്ഹോം conference was not to nullify the moral rights introduced by Rome Conference. The Brussels Revision Conference brought first amendment to the text of moral rights inserted by Rome Conference. ഇതിനകത്ത് അപ്പോൾ ഏതാണ് നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത്? ആ കോംപ്രിഹെൻഷൻ വായിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് പല സെൻറ്റൻസും അവിടെ കാണാൻ പറ്റും. സോ ദ ആൻസർ വിൽ ബി the text on moral rights introduced by 1928 revision has never undergone any amendment. 1928 റിവിഷനകത്ത് അമെൻമെൻറ്റ് വന്നതാണ് നമ്മൾ ബേണിൽ കാണുന്നതും അതുപോലെ തന്നെ എന്തിൽ കാണുന്നത്? സ്റ്റോക്ക് ഹോമിൽ കാണുന്നത് അല്ലേ? ബ്രസൽസ് റിവിഷനിലും ബേൺ കൺവെൻഷനിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഹോം കോൺഫറൻസിൽ നമ്മൾ കാണുന്നത് അമെൻമെൻ്റ് ആണ്. സോ ദിസ് ഈസ് ബ്ലേറ്റൻ്റ്ലി ഇൻകറക്റ്റ്. അടുത്തത് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which international legal instrument incorporate the provision for protection of moral rights? ഏതാണ് പ്രൊട്ടക്ഷൻ? റോം കൺവെൻഷൻ ആണോ, ബേൺ കൺവെൻഷൻ ആണോ, ബ്രസൽസ് ആണോ, സ്റ്റോക്ക് ഹോം ആണോ? ഇൻകോർപ്പറേറ്റ് ദ പ്രൊവിഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മോറൽ റൈറ്റ്സ്. ആൻസർ ഇസ് ബേൺ കൺവെൻഷൻ. നമുക്കവിടെ ഡയറക്റ്റ്ലി നമ്മുടെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. The text has been subject to the with their inclusion in the Bern Convention എന്ന് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. So that is the answer. സ്റ്റോക്ക് ഹോമിലൊക്കെ നടന്നിരുന്നത് എന്താണ്? അതിനകത്തുള്ള അമെൻമെൻ്റ് ആണ് നടന്നിട്ടുള്ള. ബേൺ കൺവെൻഷനിലാണ് ലീഗൽ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഇൻകോർപ്പറേറ്റ് ദ പ്രൊവിഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മോറൽ റൈറ്റ്സ്. സോ ഇത്രയുമാണ് നെറ്റ് ജൂൺ 2025 പേപ്പർ 2 ലോയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇതിനകത്ത് നമ്മൾ പലതും കണ്ടു അല്ലേ? പല എക്സ്പ്ലനേഷൻസ് കണ്ടു, മാച്ച് ദ ഫോളോയിങ്സ് കണ്ടു, കൺഫ്യൂഷൻസ് കണ്ടു, പല ക്വസ്റ്റ്യൻസും തെറ്റാണോ, ഓപ്ഷൻസ് തെറ്റാണോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വെച്ചിട്ട് ആൻസർ എഴുതണം എന്നുള്ളത് നമ്മൾ കണ്ടു. ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ക്യാൻസലായി പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്ന ആൻസർ നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് എങ്ങനെ നമുക്ക് ഗസ് വർക്കിൽ കൂടെ ആൻസേഴ്സ് എഴുതാം എന്ന് നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും ഓരോ ഓതറിൻ്റെയെങ്കിലും പേരറിയാമെങ്കിൽ നമുക്കൊരു മാത്സ് ഫോളോയിങ് കംപ്ലീറ്റ് എങ്ങനെ കറക്റ്റാക്കി കിട്ടുമെന്നറിയാമെന്ന് കണ്ടു. പിന്നെ ഏതൊക്കെ ആസ്പെക്റ്റാണ് നമ്മൾ നോക്കേണ്ടത്, US കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം കണ്ടു, അതുപോലെ കനേഡിയൻ ആക്ടുകളുടെ കാര്യം നമ്മൾ കണ്ടു. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ കാണുകയാണ് അല്ലേ? അതിനകത്ത് തന്നെ നമ്മൾ ഇപ്പോൾ ഫാമിലിയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന കേസസ് നമ്മൾ കണ്ടു. അപ്പം ഇതെല്ലാം വെച്ചിട്ട് വേണം നിങ്ങൾ UGC നെറ്റിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UGC നെറ്റ് വളരെ സിമ്പിളായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അത് ഭയങ്കര ഒരു വെച്ചാൽ എക്സാം ടഫായി വരികയാണ്, ഐ നോ ദാറ്റ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും ഓരോ ഷിഫ്റ്റ് കഴിയുന്തോറും UGC നെറ്റിൻ്റെ എക്സാം ഭയങ്കര ടഫായി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എവിടുന്ന് പഠിക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ പഠിക്കും. സോ നിങ്ങൾ തനിയെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തതിനകത്ത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഐ നോ ദാറ്റ്. അപ്പോൾ അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ സംശയം, കൺഫ്യൂഷൻ മാറിയിട്ടില്ല അല്ലെങ്കിൽ അതിനകത്ത് ഇനിയും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, എന്ത് സംശയം നിവാരണം വേണമെന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.